എല്ലാവർക്കും കോട്ടയം സിവിൽ സർവീസ് അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യമായി ചർച്ച ചെയ്യാൻ പോകുന്നത് ഗ്രീൻ ക്ലൈമറ്റ് ഫണ്ടിനെ കുറിച്ചിട്ടാണ്. ഈ ഗ്രീൻ ക്ലൈമറ്റ് ഫണ്ടിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുൻപ് നമുക്ക് മറ്റൊരു കാര്യം അന്വേഷിക്കേണ്ടതുണ്ട്. G7 നേഷൻസിന്റെ മീറ്റിങ്ങിനെ കുറിച്ചിട്ട്. നമുക്കറിയാം 2021 ഈ മാസം 11-ാം തീയതി മുതൽ 13-ാം തീയതി അല്ലെങ്കിൽ 11-13 തീയതികളിൽ അല്ലെങ്കിൽ 11 മുതൽ 13 വരെയുള്ള തീയതികളിൽ കോൺവോൾ UK കോൺവോൾ എന്ന സ്ഥലത്ത് വെച്ചാണ് ഈ വർഷത്തെ 47ാമത് G7 മീറ്റിംഗ് നടന്നത്. ഇതിന്റെ ഒരു ഔട്ട്കമാണ്, ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഔട്ട്കമാണ് നമ്മുടെ G7 നേഷൻസ്. ഏതൊക്കെയാണ് G7 നേഷൻസ് ഉള്ളത്? USA, UK, ഫ്രാൻസ്, കാനഡ, ഇറ്റലി, ജപ്പാൻ, തുടങ്ങിയ രാജ്യങ്ങളാണ് ഈ ഒരു G7 നേഷൻസ് അല്ലെങ്കിൽ എന്നറിയപ്പെടുന്നത്. ഈ രാജ്യങ്ങൾ പറയുന്നു, ഈ രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് ഒരു $100 ബില്യൺ ഈ ഒരു ആവശ്യത്തിലെ ഗ്രീൻ ക്ലൈമറ്റ് ഫണ്ടിലേക്ക് ഇടാം അല്ലെങ്കിൽ നൽകാം എന്ന ഒരു തീരുമാനം, ഒരു പ്ലഡ്ജ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു വാഗ്ദാനം ചെയ്യുന്നു. അപ്പൊ എന്താണ് ഈ ഗ്രീൻ ക്ലൈമറ്റ് ഫണ്ട് എന്ന് നമുക്ക് അറിയാം. നമുക്കറിയാം വികസിത രാജ്യങ്ങളും അല്ലെങ്കിൽ വികസ്വര രാജ്യങ്ങളും രണ്ട് തലങ്ങളിലുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ തലങ്ങളിലുള്ള രാജ്യ സംവിധാനങ്ങളാണ് ലോകത്തുള്ളത്. നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, ഇവിടെ മാൽഡീവ്സ്, രണ്ട് രാജ്യങ്ങളാണുള്ളത്. ഈ രണ്ട് രാജ്യങ്ങൾ ഇതിലെ വളരെ ഡെവലപ്ഡ് രാജ്യമാണ്, ഇത് വളരെ ഡെവലപ്പിംഗ് രാജ്യമാണ്. ഈ ഡെവലപ്പിംഗ് രാജ്യം നമ്മൾ കൊളോണിയൽ ഇറായിൽ അല്ലെങ്കിൽ മുൻകാല ചരിത്രങ്ങളിലേക്ക് അല്ലെങ്കിൽ മുൻകാലങ്ങളിലേക്ക് പോയാൽ പലപ്പോഴും ഈ വികസിത രാജ്യങ്ങൾ ഇൻഡസ്ട്രിയലൈസേഷന്റെ കാലഘട്ടങ്ങളിൽ ഇവിടെ നിന്നുള്ള റോ മെറ്റീരിയൽസ് ഇങ്ങോട്ട് കൊണ്ടുപോവുകയായിരുന്നു ചെയ്തത്. ഈ റോ മെറ്റീരിയൽ വെച്ച് ഇവരെന്ത് ചെയ്തു? ഇവർ ഡെവലപ്പ് ചെയ്തു. ഈ ഡെവലപ്മെന്റിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് പൊല്യൂഷൻ ആണ്. അപ്പം ചരിത്രം നോക്കിയാൽ അല്ലെങ്കിൽ നമ്മുടെ ചരിത്രം നോക്കിയാൽ ഈ രാജ്യങ്ങളുടെ വളർച്ചയ്ക്ക് വില കൊടുക്കേണ്ടി വന്നത് വികസ്വര രാജ്യങ്ങളായിരുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള വികസ്വര രാജ്യങ്ങളാണ് ഈ പൊല്യൂഷന്റെ ഏറ്റവും വേസ്റ്റ് ഫേസ് അനുഭവിക്കുന്ന ഒരു വിഭാഗം ആരാണ്? ഈ വികസ്വര രാജ്യങ്ങളാണ്. സോ ഈ UNFCCC പറയുന്ന അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻ കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് മുന്നോട്ട് വയ്ക്കുന്ന ഒരു നിർദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തരത്തിൽ ഇവർ അനുഭവിക്കുന്ന പൊല്യൂഷനെ മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടുന്ന ഒരു സപ്പോർട്ട് ഈ ഡെവലപ്ഡ് നേഷൻസ് കൊടുക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ടാണ് ഗ്രീൻ ക്ലൈമറ്റ് ഫണ്ട് എന്ന് പറയുന്നത്. GCF is a fund established within the framework of UNFCCC as an operating entity of financial mechanism to assist developing countries. അതായത് ഇവർക്ക് ടെക്നോളജീസ് ഉണ്ട്, ഇവരുടെ കയ്യിൽ പണമുണ്ട്. ഈ രണ്ട് സാഹചര്യങ്ങൾ ഈ ടെക്നോളജിയോ അല്ലെങ്കിൽ ടെക്നോളജി ട്രാൻസ്ഫർ വഴിയോ അല്ലെങ്കിൽ ഫണ്ട് ട്രാൻസ്ഫർ വഴിയോ ഇതിനെ സഹായിക്കണം. ഈ ഫണ്ട് ട്രാൻസ്ഫർ എന്തിനു വേണ്ടിയിട്ടാണ്? പല ഗ്രീൻ എനർജി ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടുന്ന ടെക്നോളജി കണ്ടുപിടിക്കുവാനും അതിന്റെ റിസർച്ചിന് വേണ്ടിയിട്ടും ഈ പണം ഉപയോഗിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അപ്ഡേറ്റഡ് ടെക്നോളജീസ് ഉണ്ടെങ്കിൽ അത് ഇവർക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. The Copenhagen Accord established during the 2009 UNFCCC conference, Copenhagen first considered the idea of Green Climate Fund. അതായത് ഒരു പ്ലിംസ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ പ്ലിംസിന്റെ ഒരു പ്രാക്ടീസിൽ വരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്കിത് പറയാം. ഈ ഗ്രീൻ ക്ലൈമറ്റ് ഫണ്ട് എന്നൊരു ഐഡിയ ആദ്യമായിട്ട് മുന്നോട്ട് കൊണ്ടുവന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞത് 2009 UNFCCCയിലെ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് 15 ഈ ഒരു കോപ്പൻഹേഗൻ അക്കൗണ്ടിലാണ് എന്ത് കൊണ്ടുവന്നത്? ഗ്രീൻ ക്ലൈമറ്റ് ഫണ്ടിനെ കുറിച്ചിട്ടുള്ള ആദ്യമായിട്ടുള്ള ഒരു ഐഡിയ ജനറേറ്റഡ് ആവുന്നത്. GCF was formally established under Cancun Agreement in 2010 during the 2010 UNFCCC in Cancun. 2009 ഇതിന്റെ ഐഡിയ ജനറേറ്റഡ് ആവുകയും 2010 ഗ്രീൻ ക്ലൈമറ്റ് ഫണ്ട് ഫോർമലി എസ്റ്റാബ്ലിഷ്ഡ് ആയത്. ഇതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ടു സപ്പോർട്ട് പ്രോജക്ട്സ്, program, policies and other activities in developing countries parties to help them in adaptation and mitigation practice to counter climatic changes. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ടെക്നോളജികൾ, ഈ പണം എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കണം? ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. എന്തിനു വേണ്ടിയിട്ടുള്ളത്? ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ മിറ്റിഗേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ കൗണ്ടർ ചെയ്യുവാനുള്ള ആക്ടിവിറ്റീസിന് വേണ്ടത് അല്ലെങ്കിൽ ആ റിസോഴ്സുകൾ കണ്ടെത്തുവാൻ വേണ്ടുന്ന അല്ലെങ്കിൽ ആ ടെക്നോളജികൾ നിർമ്മിക്കുവാൻ വേണ്ടുന്ന റിസർച്ചിലേക്കും ഡെവലപ്മെന്റ് പ്രോസസ്സിലേക്കും ഈ ഫണ്ടുകൾ പമ്പ് ചെയ്യപ്പെടണം.
അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഡെവലപ്ഡ് നേഷൻസിൽ നിന്ന് എങ്ങോട്ട് പോകണം? ഈ രാജ്യങ്ങളിലേക്ക്. മാൽഡീവ്സ് ഒരു എക്സാമ്പിൾ നേഷൻ മാത്രമാണ്, ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് നേഷനാണ്, ശ്രീലങ്ക തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങളിലേക്ക് എന്ത് ചെയ്യണം? ഈ ഒരു ടെക്നോളജി സപ്പോർട്ട് അല്ലെങ്കിൽ ഫണ്ടിങ് സപ്പോർട്ട് ഉണ്ടാവണം. അതാണ് എന്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? ഗ്രീൻ ക്ലൈമറ്റ് ഫണ്ടിന്റെ അടിസ്ഥാന ലക്ഷ്യം. The fund has set itself a goal of raising $100 billion every year by 2020. GCF is based in Incheon, South Korea. ഇതൊക്കെ ഒരു പ്രിലിംസിന്റെയോ അല്ലെങ്കിൽ PSCയുടെയോ ക്വസ്റ്റ്യൻ ആയിട്ട് ചിന്തിക്കുക. എവിടെയാണ് ബേസ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഈ കോപ്പൻഹേഗൻ അക്കോർഡിലാണ് എന്ത് വന്നിരുന്നത്? ഗ്രീൻ ക്ലൈമറ്റ് ഫണ്ടിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ ജനറേറ്റഡ് ആവുന്നത്. അത് ഫോർമുലേറ്റ് ചെയ്ത സ്ഥലം എന്ന് പറയുന്നത് കോൺകൺ എഗ്രിമെന്റിൽ 2010 Climate finance needed. The World Economic Forum projects that by 2020, about 5.7 trillion will need to invest annually in green infrastructure to meet Paris Agreement target. നമുക്കറിയാം, നമ്മളുടെ ഇൻഡസ്ട്രിയലൈസേഷന് മുൻപുള്ള അല്ലെങ്കിൽ ആ സമയത്തുള്ള 2 ഡിഗ്രി ടെമ്പറേച്ചറിലെ മാക്സിമം ക്യാപ്പിട്ടാണ് നമ്മൾ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് 2018 അവസാനിപ്പിച്ചത്. അപ്പൊ അതിനുവേണ്ടി അല്ലെങ്കിൽ ടെമ്പറേച്ചർ എന്നത്തേക്കും ഈ 2030 ആകുമ്പോഴത്തേക്കും ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ റെവല്യൂഷന്റെ കാലഘട്ടത്തിലുള്ള മാക്സിമം ഒരു 2% അല്ലെങ്കിൽ 2 ഡിഗ്രി സെൽഷ്യസ്, സോറി 2% അല്ല, 2 ഡിഗ്രി സെൽഷ്യസിന്റെ ടെമ്പറേച്ചർ ക്യാപ്പാണ് 2030 കൂടി മാക്സിമം നമുക്ക് നൽകാൻ അല്ലെങ്കിൽ മാക്സിമം കൂട്ടാൻ പറ്റുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 2 ഡിഗ്രി മാത്രമാണ്. ഈവൻ നമുക്കറിയാം, നമ്മൾ 1.5 ഡിഗ്രിക്കകത്ത് നിർത്തിയാൽ പോലും പലപ്പോഴും എന്താണ് സംഭവിക്കുക? നമ്മുടെ ഹിന്ദുകുഷ് മണ്ഡലത്തിലുള്ള ഹിമാലയൻ റീജിയൻ മെൽറ്റിംഗ് വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതൊന്നും മതിയാകുന്നില്ല. പകരം എന്താണ് ഈ ഗവൺമെന്റ് അല്ലെങ്കിൽ ഈ രാജ്യങ്ങൾ പറയുന്നു, ഞങ്ങൾ എന്ത് ചെയ്യണം? $100 ബില്യൺ ഞങ്ങൾ നൽകാം പെർ ഇയർ. പക്ഷെ ആക്ച്വലി 2020 നമുക്ക് എന്താണ് ആവശ്യം? 5.7 ട്രില്യൺ ഈസ് നീഡഡ്. ഈ ഫണ്ടിങ് എന്ന് പറയുന്നത് വളരെ പ്രധാനമായിട്ടുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? To mitigate all this climate change, which happen due to the activities of developed nations. ഇങ്ങനെ പരസ്പരം വഴിയായിരുന്ന ഒന്നാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. The climate finance will help the developing and underdeveloped countries cut carbon emissions and cope with global warming by enabling their shift to renewable and sustainable technology while also helping them adapt to climate change. അതായത് നമുക്കറിയാം, ഈ ക്ലൈമറ്റ് ചേഞ്ചിൽ പ്രധാനപ്പെട്ട വില്ലൻ ആരാണ്? ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്. അതായത് ഫോസിൽ ഫ്യൂവൽ, അല്ലെ? ഫോസിൽ ഫ്യൂവൽ. ഈ ഫോസിൽ ഫ്യൂവൽ മാത്രമല്ല, ഫോസിൽ ഫ്യൂവൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? പെട്രോൾ ഉണ്ടാവും, ഡീസൽ ഉണ്ടാവും, CNG ഉണ്ടാവും, LPG ഉണ്ടാവും. അങ്ങനെ ഏത് തരത്തിലുള്ള നോൺ റിന്യൂവബിൾ എനർജിയുമാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും. ഈ നോൺ റിന്യൂവബിൾ എനർജി ഉപയോഗിക്കുമ്പോൾ എന്താ സംഭവിക്കുക? അതിന്റെ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് ഉണ്ടാവും. കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, ക്ലോറോഫ്ലൂറോ കാർബൺ, വാട്ടർ വേപ്പർ, മീഥേൻ തുടങ്ങിയിട്ടുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസ് എമിറ്റ് ചെയ്യും. അത് പലപ്പോഴും എന്ത് ചെയ്യും? നമ്മുടെ രാജ്യത്തിന്റെ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് കൂട്ടും, അല്ലെങ്കിൽ ഭൂമിയുടെ ടെമ്പറേച്ചർ കൂട്ടും. ഇറ്റ് വിൽ ബി ഹാവിങ് എ കൗണ്ടർ പ്രൊട്ടക്റ്റീവ് ആക്ടിവിറ്റീസ് ആസ് വെൽ. എങ്ങനെയാണ് ചെയ്യുന്നത്? അതായത് ഗ്രീൻ ഹൗസ് ഗ്യാസ് ഉണ്ടാവും, ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താ സംഭവിക്കും? ക്ലൈമറ്റ് ചേഞ്ചുകൾ ഉണ്ടാവും. അപ്പം അതിന്റെ നമ്മൾ പലപ്പോഴും ഉണ്ടായത്, നമ്മുടെ ഏറ്റവും വേഴ്സ്റ്റ് ഹീറ്റ് ആയിട്ടുള്ള ഇന്ത്യ അനുഭവിച്ചിട്ടുള്ള 2 സൈക്ലോൺ, റീസെന്റ് അനുഭവിച്ച 2 സൈക്ലോൺസ്, യാസ് ആൻഡ് ടൗട്ടെ, ഇത് 2 ഒരു ഇമ്പാക്റ്റ് ആയിരുന്നു. ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ ഒഴിവാക്കണമെങ്കിൽ പുതിയ ടെക്നോളജീസ് വേണം, പുതിയ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജികളുടെ കണ്ടെത്തൽ ഉണ്ടാവണം. അതിനു വേണ്ടുന്ന ഫണ്ട് ആര് നൽകണം? ഡെവലപ്ഡ് നേഷൻസ്. ആർക്ക് നൽകണം? ഡെവലപ്പിംഗ് നേഷൻസിനും അണ്ടർ ഡെവലപ്ഡ് നേഷൻസിനും നൽകണം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അതുപോലെ നമുക്കറിയാൻ പറ്റും, ഈ ഡെവലപ്ഡ് നേഷൻസിലാണ് ഏറ്റവും കൂടുതൽ പെർ ക്യാപിറ്റ എമിഷൻ ഉള്ളത്. എന്താണ് പെർ ക്യാപിറ്റ എമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആളോഹരി അല്ലെങ്കിൽ ഒരാളുടെ എണ്ണം വെച്ച് നോക്കിയാൽ എന്താണ് ഏറ്റവും കൂടുതൽ എമിഷൻ നടത്തുന്ന എമിറ്റേഴ്സ് ആരാണ്? US-ഉം ചൈനയും ഒക്കെയാണ്. ഇപ്പൊ നമ്മുടെ പെർ ക്യാപിറ്റ എമിഷൻ ഇന്ത്യയെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെ കുറവാണ് US-ഉമായിട്ട്. ഈവൻ നമുക്കറിയാം, ഈ G7 കൺട്രീസ് ഏകദേശം 20% ഗ്ലോബൽ കാർബൺ എമിഷന്റെ കോൺട്രിബ്യൂട്ടേഴ്സ് ആണ്. അപ്പോൾ 20% കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ അവർക്കൊരു മോറൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ടു മിറ്റിഗേറ്റ് ദിസ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ഓർ ക്ലൈമറ്റ് ചേഞ്ച്. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? they pledged to fund around $100 billion.
ഇതാണ് ഇതിന്റെ ഒരു അടിസ്ഥാന ഇതായിട്ട് പറയുന്നത്. പിന്നെ അടുത്ത ലെഗസി എമിഷൻസ് ഓഫ് ദ വേൾഡ് ഡെവലപ്ഡ് വേൾഡ്. ഓൾസോ ഗിവൺ ദാറ്റ് G7 nation consisting of some of the richest economies have had advantage of early development based on high carbon usage. These nations need to shoulder some responsibility for the historical greenhouse gas emission. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഹിസ്റ്റോറിക്കൽ ഇമ്പാക്ട് ഇവിടെ ഒന്ന് ഓർത്തു വെക്കണം. അതായത് നമുക്കറിയാം, ഇപ്പോൾ ഈ രാജ്യത്ത് ഇന്ത്യയിൽ നിന്ന് പല പ്രൊഡക്റ്റുകളും ബ്രിട്ടനിലേക്ക് കൊണ്ടുപോവുകയും അവിടുന്ന് പ്രൊഡക്റ്റ് ആക്കി തിരിച്ച് ഇന്ത്യയിൽ തന്നെ വിൽക്കുകയും ചെയ്തിരുന്ന ഒരു ലൂപ്പിംഗ് ട്രേഡ് നമ്മുടെ ചരിത്രത്തിലുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നിന്നുള്ള റിസോഴ്സുകൾ കൊണ്ടുപോവുകയും അവർ ആ അഡ്വാൻറ്റേജിൽ കൂടുതൽ അഡ്വാൻറ്റേജ് ഇന്ത്യയിൽ ടെക്നോളജി ഇല്ലാതിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഡെവലപ്ഡ് നേഷൻസിൽ ടെക്നോളജി ഇല്ലാതിരിക്കുന്ന സമയത്ത് they invested in sophisticated technology. They utilized the carbon. They generated much more carbon than this developing nations. So they have a kind of moral responsibility to mitigate carbon emission as well. ഇതാണ് ഇതിന്റെ ഒരു അടിസ്ഥാനപരമായിട്ട് ഇതിന്റെ ഒരു പ്രിൻസിപ്പിൾ ആയിട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ ഒരു ബേസിക്കലാണ് common but different CBDR. Common but differentiated responsibility and respective capabilities is a principle within the UNFCCC that acknowledges the different capabilities and differing responsibility of individual country in addressing climate change. അപ്പോൾ നമ്മൾ CBDR-നെ RCയെ കുറിച്ച് പ്രത്യേകമായിട്ടൊരു സെഷനിലേക്ക് പോകേണ്ടി വരും. പക്ഷേ ഈ ഗ്രീൻ ഫണ്ടിങ് അല്ലെങ്കിൽ ഗ്രീൻ ക്ലൈമറ്റ് ഫണ്ടിങ്ങിനെ കുറിച്ചിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗ്രീൻ ക്ലൈമറ്റ് ഫണ്ടിങ്ങിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ് എവിടെയാണ്, എവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത് കോപ്പൻഹേഗൻ അക്കോർഡിലാണ്. അത് ഫൈനലൈസ് ചെയ്തത് കൺകൻ അഗ്രിമെന്റ് 2010-ലാണ്. ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഓർക്കുക. ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു അവസ്ഥ ചോദിക്കുന്നത്, ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഫണ്ടിങ്ങിലേക്ക് രാജ്യങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നത് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്. ഡിസ്പ്രൊപ്പോർഷനേറ്റ് ഇമ്പാക്ട് ഓൺ പൂർ ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ്. ഓൾസോ despite being the smallest contributors to the overall GHG emissions, the poor and developing world continue to remain the most affected countries by climate change. നമുക്കറിയാം, നമ്മളുടെ പല രാജ്യങ്ങൾക്കും, അതായത് ചെറിയ രാജ്യങ്ങൾ, സീഷെൽസ്, മാൽഡീവ്സ് പോലുള്ള ചെറിയ ദ്വീപ രാഷ്ട്രങ്ങളാണ് ഈ ക്ലൈമറ്റ് ചേഞ്ചിലെ ഏറ്റവും വേഴ്സ്റ്റ് ഹിറ്റ് ആണ് എന്ന് പറയുന്നത്. എന്നാൽ ഈ കാർബൺ എമിഷനിൽ കാര്യമായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ഈ വിഭാഗത്തിൽപ്പെടുന്ന ചെറു രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് രാജ്യങ്ങൾക്ക് ഉണ്ടാവുന്നതുമില്ല. ഡെവലപ്പ് ചെയ്ത രാജ്യങ്ങൾ ഏതാണ്, അല്ലെങ്കിൽ സാമ്പത്തികമായ സുസ്ഥിരത നേടിയ വികസിത രാജ്യങ്ങൾക്കാണ് കൂടുതൽ കാർബൺ എമിഷൻ ഉണ്ടായിരുന്നതും. അതുകൊണ്ട് തന്നെ എന്താണ്, എല്ലാവർക്കും എന്താണ് തുല്യമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഫീസിബിൾ അല്ല, അത് ജസ്റ്റിസും അല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ കൂടുതൽ കോൺട്രിബ്യൂട്ടേഴ്സ്, കൂടുതൽ പണം അല്ലെങ്കിൽ കൂടുതൽ ടെക്നോളജി ട്രാൻസ്ഫറിലേക്ക് ചെയ്യണം എന്ന ഒരു ഡിമാൻഡ് വെക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതിനകത്ത് ഈ രാജ്യങ്ങൾ എന്താണ് ചെയ്തത്, ഈ വർഷം തന്നെ അല്ലെങ്കിൽ $100 ബില്യൺ നൽകാം എന്നാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. പക്ഷേ വാഗ്ദാനം ഒരു എഗ്രിമെന്റ് ഒന്നുമല്ല. they just pledged or they just committed $100 billion will be transferred to the developing countries for the purpose of mitigating this climate change. അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസിനെ കൺട്രോൾ ചെയ്യാനുള്ള, കട്ടിൽ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് പറഞ്ഞു. പക്ഷെ അതൊരിക്കലും ഉറപ്പായിട്ടുള്ള അല്ലെങ്കിൽ ഒരു നിയമപരമായിട്ട് സാധ്യത അല്ലെങ്കിൽ എഗ്രിമെന്റിലേക്ക് ഒന്നും എത്തിയിരിക്കുന്നത്, പകരം എന്താണ്, ഒരു വാഗ്ദാനം മാത്രമാണ്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് വാഗ്ദാനങ്ങളായിട്ട് അവശേഷിക്കുന്ന ഒരു കാലഘട്ടങ്ങൾ അല്ലെങ്കിൽ ഒരു സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ചില വൻ രാജ്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകുന്ന, ഈ എഗ്രിമെന്റിൽ നിന്ന് തന്നെ പിന്നോട്ട് പോകുന്ന സാധ്യതകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു കൺസേൺ ആയിട്ടും എടുത്ത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അടുത്തത് നമുക്കറിയാം, പല വേൾഡ് ഈസ് ഹാർഡ്ലി വൈഡ് ആൻഡ് സൈബർ സൈലൻസസ്. നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു വെബാണ് അല്ലെങ്കിൽ ഇന്റർനെറ്റ് സെറ്റപ്പ് സിസ്റ്റം വഴിയാണ് എല്ലാ രാജ്യങ്ങളും തമ്മിൽ ഒരു സെറ്റപ്പ് അല്ലെങ്കിൽ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ കണക്ഷൻ എങ്ങനെയാണ് നിൽക്കുന്നത്, അതിനകത്തുള്ള ത്രെട്ട് എന്തായിരുന്നു എന്നുള്ളതാണ് അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതെങ്ങനെയാണ് ത്രെട്ട് ആവുന്നത്? അതായത് പലപ്പോഴും നമുക്കറിയാം, കഴിഞ്ഞ 2020 അവസാനത്തോടു കൂടി അല്ലെങ്കിൽ 2020 തുടക്ക സമയത്ത് എന്താണ്, അല്ലെങ്കിൽ പലപ്പോഴും എന്താണ്, ഈ രാജ്യങ്ങൾ അല്ലെങ്കിൽ US പോലുള്ള ഒരു വളരെ ടെക്നിക്കലി ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ പോലും എന്താണ്, പലതരത്തിലുള്ള സൈബർ അറ്റാക്കുകൾ നേരിട്ടിട്ടുണ്ട്. ഒന്നിലൊന്നാണ് മേജർ സൈബർ അറ്റാക്ക് ഹെഡ്ലൈൻ SolarWinds and believed to have been sponsored from റഷ്യ. അതിന്റെ പ്രശ്നങ്ങൾ തീരുന്നതിന് മുൻപ് തന്നെ
വീണ്ടും എന്താണ്, വീണ്ടും പലതരത്തിലുള്ള സൈബർ അറ്റാക്കുകൾ US നേരിടേണ്ടി വന്നിട്ടുണ്ട്. തൗസൻഡ്സ് ഓഫ് US ഓർഗനൈസേഷൻസ് വെയർ ഹാക്ഡ് ഇൻ early 2021 in unusually aggressive cyber attack by Chinese group Hafnium. ഇങ്ങനെ പലത്തിലുള്ള ഒന്ന് കഴിയുന്നതിന് മുൻപ് തന്നെ വീണ്ടും ഒരു ക്വിക്ക് സക്സഷനിൽ വീണ്ടും സൈബർ അറ്റാക്കുകൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്, വീണ്ടും ഒരു എക്സാമ്പിൾ നോക്കിയാൽ ഇൻ ക്വിക്ക് സക്സഷൻ thereafter the US has witnessed 3 more attacks and abduction ransomware. അതായത് പല കമ്പ്യൂട്ടറിന്റെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട രേഖകൾ ലോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം പണം ആവശ്യപ്പെടുകയും പണം കൊടുത്തതിന് ശേഷം കമ്പ്യൂട്ടറിൽ അൺലോക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്ന ഒരു റാൻസം വെയർ. അതായത് പഴയ പോലെ ആളുകളെ തട്ടിക്കൊണ്ടുപോയി പണം ചോദിക്കുന്ന പോലെ തന്നെ ടെക്നോളജി ഉപയോഗിച്ച് ഈ കമ്പ്യൂട്ടറിന്റെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ കമ്പനികളുടെ സെർവറുകൾ ഹാക്ക് ചെയ്ത് ലോക്ക് ചെയ്ത് വെക്കുന്ന ഒരു സാധ്യത, ഒരു രീതിയാണ് റാൻസം വെയർ എന്ന് പറയുന്നത്. അത് പലപ്പോഴും എന്താണ്, പണം ആവശ്യപ്പെടുകയും ആ പല രാജ്യങ്ങളും പണം കൊടുക്കുകയും. നൊബേലിയം ആൻഡ് ലെക്സ് ലോഞ്ച്ഡ് ഫിഷിംഗ് അറ്റാക്ക് ഓൺ 3000 ഇമെയിൽ അക്കൗണ്ട്സ് ടാർഗറ്റിംഗ് US എയ്ഡ് ആൻഡ് സെവറൽ അതർ ഓർഗനൈസേഷൻ. അതുപോലെ തന്നെ IBSA എന്നൊരു കമ്പനി, US സബ്സിഡിയറി ബ്രസീലിയൻ കമ്പനിയാണ്, ഒരു മീറ്റ് പ്രോസസിംഗ് കമ്പനിയാണ്. അവരെ ടാർഗറ്റ് ചെയ്യുകയും അവരുടെ കയ്യിൽ നിന്ന് റാൻസം മില്യൺ കണക്കിന് ഡോളറുകളായിട്ട് വാങ്ങിക്കുകയും ചെയ്തു. എന്നാൽ ഈ ഒരു കമ്പനികളെയോ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിനെയോ മാത്രമല്ല ഇത് ടാർഗറ്റ് ചെയ്യുന്നത്, പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെയും ഇത് പലപ്പോഴും ഹാക്ക് ചെയ്യാറുണ്ട്. ആളുകളോട് പണം ചോദിക്കുകയും അല്ലെങ്കിൽ റാൻസം വെയർ ചോദിക്കുകയും അല്ലെങ്കിൽ അവരുടെ സിസ്റ്റം ഹാക്ക് ചെയ്യുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് പോകുന്നുണ്ട്. ഇതിനെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ കവർ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ കൗണ്ടർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധ്യതയായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതെങ്ങനെയാണ് നമുക്ക് സാധാരണ അതായത് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഒരു ആള് പോലും എന്താണ് ഇതിൽ നിന്നും എന്താണ് ഈ ഒരു തലത്തിൽ നിന്ന് അല്ലെങ്കിൽ ഫ്രീ അല്ല, അല്ലെങ്കിൽ ഒരു ഇത്തരത്തിലുള്ള സൈബർ അറ്റാക്കുകളിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ they are also targeting civilians as well. Earlier they were targeting only defense or government authorities, government officers only, അല്ലെങ്കിൽ ഗവൺമെന്റ് റിസോഴ്സുകളെയാണ് ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ എന്താണ് ഈ ഒരു സിവിലിയൻ ടാർഗറ്റുകൾ ഉണ്ടാകാറുണ്ട്. സിവിലിയൻ ടാർഗറ്റ് എന്ന് പറഞ്ഞ ഒരു വ്യക്തികളെ മാത്രമായിട്ടല്ല, പലപ്പോഴും പല കമ്പനികളെ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സൗദി അരാംകോയിലെ അല്ലെങ്കിൽ അവരുടെ ഒരു സെർവറുകൾ ഹാക്ക് ചെയ്യുകയും ലോക്ക് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യത ഉണ്ടായപ്പോൾ എന്താ ചെയ്യുന്നത്, പല രാജ്യങ്ങളുടെ അല്ലെങ്കിൽ ഏകദേശം 30,000 കമ്പ്യൂട്ടേഴ്സ് ആണ് ഇവർ ഹാക്ക് ചെയ്തതും 30,000 കമ്പ്യൂട്ടറിന്റെ ഡേറ്റയാണ് അവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് പലപ്പോഴും ഈ രാജ്യങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പോലും ഇത് തെറ്റായ അല്ലെങ്കിൽ ഇത് ബാധിച്ചേക്കാം. അതുപോലെ തന്നെ എന്താണ് ഇതിനകത്ത് ഏറ്റവും വലിയ ത്രെഡ്, രണ്ടാമത്തെ ത്രെഡ് എന്ന് പറയുന്നത് ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജീസ് ഈ സൈബർ ക്രിമിനൽസ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതിൽ പലപ്പോഴും അത് റാൻസം വെയറിന് വേണ്ടിയിട്ടോ ആയിട്ടൊക്കെ ആയിട്ട് ഇത് പലപ്പോഴും ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഇതാണ്, ഒരു തലത്തിൽ പറഞ്ഞാൽ ചില ആളുകൾക്ക് എന്താണ് ഈ ഡേറ്റ കോപ്പി ചെയ്യുകയും ആ ഡേറ്റ കോപ്പി ചെയ്തതിനു ശേഷം എന്താണ് ആ ആളുകൾക്ക് അല്ലെങ്കിൽ വീണ്ടും പണം ഒരേ ഡേറ്റയ്ക്ക് നമ്മൾ ഡബിൾ ജിയോപാഡിയിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ഒരിക്കൽ ഒരു തവണ ഇത് ലോക്ക് ചെയ്തതിനു ശേഷം റാൻസം ചോദിക്കുന്നു അല്ലെങ്കിൽ മോചനദ്രവ്യം ചോദിക്കുന്നു, അത് കൊടുക്കുന്നു. എന്നാൽ വീണ്ടും ഈ ഡേറ്റ കോപ്പി ചെയ്തതിനു ശേഷം ഇതേ അവസ്ഥയിലൂടെ വീണ്ടും കടന്നു പോകുന്ന ഒരു ഡിലേമയിലാണ് പലപ്പോഴും സിവിലിയൻസിനെ ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ് പലപ്പോഴും എന്താണ് വൾണറബിൾ അറ്റാക്കുകൾ, അതായത് നമുക്കറിയാം മോട്ടിവേഷൻ, അതുപോലെ നമ്മുടെ ഹെൽത്തിന്റെ ഡേറ്റാബേസുകൾ ലീക്ക് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഹെൽത്തിന്റെ ഡേറ്റാബേസുകൾ എന്തിനാണ് ലീക്ക് ചെയ്യുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം പല രാജ്യങ്ങൾക്കും എന്താണ് എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇന്ത്യ തന്നെ എടുക്കാം. നമ്മുടെ രാജ്യത്ത് എന്താണ് മിക്ക ആളുകൾക്കും എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്. ഈ ഹെൽത്ത് ഇൻഷുറൻസിൽ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്താണ്, ഈ ആളുകളുടെ ഹെൽത്ത് ഹിസ്റ്ററിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡേറ്റ എന്ന് പറയുന്നത്. അപ്പൊ ഈ രാജ്യങ്ങളിലെ അല്ലെങ്കിൽ കമ്പനികൾക്ക് ഇവർക്ക് വേണ്ടി ഈ ഡേറ്റ ലീക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തികളെ കുറിച്ചിട്ടുള്ള ഹെൽത്ത് ആളുകൾക്ക് ഇവർക്ക് അറിയാൻ പറ്റും. അതിന്റെ അനുസരിച്ച് ആളുകളുടെ ഹെൽത്ത് പ്രീമിയം വല്ലാതെ
കൂടാനുമുള്ള ഒരു സാഹചര്യം ഇവിടെയുണ്ട്. ഈ ഹെൽത്ത് പ്രീമിയം കൂടുക മാത്രമല്ല ക്ലെയിം തടഞ്ഞു വെക്കാനും സാധിക്കും. അപ്പൊ ഈ ഒരു ഡേറ്റയാണ് ഇവരുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു വലിയ ഒരു ക്രൈമിന്റെ സിൻഡിക്കേറ്റിന്റെ ഭാഗം തന്നെയാണ് ഈ സൈബർ അറ്റാക്കുകൾ എന്ന് പറയുന്നത്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മോട്ടിവേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ പണം തന്നെയാണ്. രണ്ട്, ഏതെങ്കിലും തരത്തിലുള്ള ടെറർ ഗ്രൂപ്പുകളാണെങ്കിലും ശരി, ഇവർക്ക് പണം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശമുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? പല തീവ്രവാദ ഗ്രൂപ്പുകൾക്കും അല്ലെങ്കിൽ ടെറർ ഫണ്ടിങ്ങിന് വേണ്ട പണം ഉണ്ടാക്കുന്നതും എങ്ങനെയാണ്? ഇത്തരത്തിലുള്ള റാൻസം വെയറുകൾ കൊണ്ട് ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ബിൽഡിംഗ് ഡീപ് ടെക്നോളജി ഇൻ സൈബർ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ് ആൻഡ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് പോലുള്ള ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റം വഴി നമ്മുടെ ഡേറ്റകൾ പ്രൊട്ടക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഫയർവാളുകൾ ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. Conceptually and technologically, and have made rapid progress in artificial intelligence and quantum computing, and like we will have to clear advantage over states that lag behind in this field. പലപ്പോഴും എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? അല്ലെങ്കിൽ ഏറ്റവും നല്ല ടെക്നോളജി കൃത്യമായിട്ട് ഉപയോഗിക്കുക, നല്ല ഫയർവാളുകൾ സെറ്റപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ. അപ്പം ഇതാണ് ഈ ഇന്നത്തെ ഏറ്റവും വലിയ ഒരു ഡിഫൻസിന്റെ ഒരു സിലബസിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ ആണ്. നമ്മുടെ ഇന്നത്തെ ഹിന്ദുവിലെ ഓപ്പൺ എഡിറ്റോറിയൽ പേജിലാണ് ഈ വേൾഡ് ഈസ് ഹാർഡ്ലി വയർഡ് ഫോർ സൈബർ റിസൈലൻസ് എന്നറിയപ്പെടുന്നത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം കമ്പ്യൂട്ടർ ഉപയോഗിക്കാത്ത ആളുകൾ പോലും എന്താണ്, ദേ ആർ കണക്റ്റഡ് ടു ഇന്റർനെറ്റ് ത്രൂ വേരിയസ് ഡയമെൻഷൻസ് അല്ലെ. അതുകൊണ്ട് തന്നെ എന്താണ്, ഫിഫ്ത്ത് ഡയമെൻഷൻ വാർഫെയർ ആണ് ഈ സൈബർ അറ്റാക്സ്. ഈ ഫിഫ്ത്ത് ലെയർ അല്ലെങ്കിൽ ഫിഫ്ത്ത് ഡയമെൻഷൻ വാർഫെയർ എന്ന് പറയുന്നത് പണ്ട് രാജ്യങ്ങൾ തമ്മിലാണെങ്കിൽ, ഇന്ന് രാജ്യങ്ങൾ തമ്മിലായിരുന്നു യുദ്ധം നടക്കുന്നതെങ്കിൽ ഇന്ന് ഈ യുദ്ധം എന്റെയും നിങ്ങളുടെയും വീടുകളിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് ഈ സൈബർ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്തതാണ് ട്രീ ഓഫ് കോഫി ഫാമിലി ഡിസ്കവേർഡ് ഇൻ ആൻഡമാൻ ആൻഡ് നിക്കോബാർ. ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൽ അല്ലെങ്കിൽ ഇതൊരു പൈറോസ്ട്രിയ ലാൽജി എന്നറിയപ്പെടുന്ന ഒരു കാപ്പി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ചെടിയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൽ നമ്മൾ കണ്ടെത്തിയത്. ഇത് പ്യുവർലി പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ പഠിക്കേണ്ട ഒന്നാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സാധാരണ കാണപ്പെടുന്നത് മഡഗാസ്കറിലാണ്. ഒന്നാമത്തെ പോയിന്റ് ഇവിടുത്തെ. രണ്ട്, the tree is distinguished by a long stem with whitish coating on the trunk and oblong ovate leaves with cuneate base. ഇത് രണ്ടാമത്തെ പോയിന്റ്. നീളമുള്ള എന്നാൽ വൈറ്റ് പാച്ചസ് ഉള്ള അല്ല വൈറ്റ് കവറുള്ള സ്റ്റെം ഉണ്ട്. ഇതിനകത്ത് മറ്റ് എവിടെയൊക്കെ കണ്ടെത്തിയിട്ടുണ്ടെന്നുള്ളതാണ് അടുത്ത ചോദ്യം. മൂന്ന്, the other places in the Andaman Nicobar is lands where the trees could be located. ഒന്ന്, തിരൂർ ഫോറസ്റ്റ് നിയർ ജരാവ റിസർവ് ഫോറസ്റ്റ്. ആൻഡ് രണ്ടാമത് എന്താണ്, ചിഡിയ തബു ഫോറസ്റ്റിലാണ് അല്ലെങ്കിൽ മുണ്ട പഹാറില് ചിദിയ തബു ഫോറസ്റ്റിലാണ് ഈ തരത്തിലുള്ള പൈറോസ്ട്രിയ ലാൽജി എന്ന വെറൈറ്റി നമുക്ക് കാണാൻ സാധിച്ചത്. ഇത് IUCN-ലെ റെഡ് ലിസ്റ്റിൽ അല്ലെങ്കിൽ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള എൻഡേഞ്ചേർഡ് ആയിട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒന്നാണ് പൈറോസ്ട്രിയ ലാൽജി എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് സ്പീഷീസ്. ഇത് കണ്ടെത്തിയത് എങ്ങനെയാണ്? ഒരു ആൻഡമാൻ നിക്കോബാർ ആൻഡമാൻ ഐലൻഡ്സിൽ ഒരു ടീമാണ്. ആ ടീമിലെ അംഗങ്ങൾ ഇന്ത്യക്കാരും ഫിലിപ്പൈനുകളുമായിട്ടുള്ള ടീം അംഗങ്ങളാണ് ഇത് കണ്ടെത്തിയത്. ഇതൊക്കെയാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. പൈറോസ്ട്രിയ എവിടെയാണ് കണ്ടെത്തിയത്? ഇന്ത്യയിൽ എവിടെയാണ് കണ്ടെത്തിയത്? ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൽ. ആൻഡമാനിലെ ഇത് സാധാരണ കാണുന്ന എവിടെയായിരുന്നു? ഇത് അല്ലെങ്കിൽ മഡഗാസ്കറിൽ കാണുന്ന പൈറോസ്ട്രിയയുടെ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കാപ്പി വിഭാഗമാണ് പൈറോസ്ട്രിയ ലാൽജി എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ലോങ് സ്റ്റെം വിത്ത് വൈറ്റിഷ് കോട്ടിംഗ് ഓൺ ട്രങ്ക്. അതിന്റെ ഇലകൾക്കും പ്രത്യേകതകളുണ്ട്. ഇത് എവിടെയാണ് കണ്ടെത്തിയത്? വാണ്ടൂർ ഫോറസ്റ്റിലാണ് കണ്ടെത്തിയത്. ഈ വാണ്ടൂർ ഫോറസ്റ്റ് ഒഴികെ അല്ലാതെ എവിടെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്? തിരൂർ ഫോറസ്റ്റിൽ കാണാറുണ്ട്, ജാരവ റിസർവ് ഫോറസ്റ്റിൽ, ആൻഡ് ചിഡിയ തബു മുണ്ട പഹാർ ഫോറസ്റ്റിലും ഇതിനെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രിലിംസ് പെർസ്പെക്റ്റീവിലുള്ള അതുപോലെ മെയിൻസിലും പ്രധാനമായിട്ടുള്ള ആർട്ടിക്കിൾ ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പൊ ഇത് രണ്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ആർട്ടിക്കിളുകൾ ഒന്ന് കൃത്യമായിട്ട് വായിക്കുക, നിങ്ങളുടേതായിട്ട് നോട്ടുകൾ ഉണ്ടാക്കുക, വീണ്ടും വീണ്ടും വായിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ എല്ലാവർക്കും നല്ല ഒരു വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.